ഹായ്, നമുക്കിന്നൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയല്ലോ. എന്നാൽ വേഗം നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. ഞാനിവിടെ ട്യൂണ ഫിഷാണ് ഒരു 10-12 പീസോളം ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് മല്ലിയില, പുതിനയില, ഇഞ്ചി, വെളുത്തുള്ളി, 3 പച്ചമുളക്, പിന്നെ 4 ഉള്ളി, 2 തക്കാളി, എല്ലാം ഇതിൽ കാണുന്ന അത്രയും ക്വാണ്ടിറ്റി എടുത്താൽ മതിയാവും. മീൻ മാരിനേറ്റ് ചെയ്യാനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്, ലെമൺ, ഇതെല്ലാം കൂടി നമ്മുടെ മീനിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം എണ്ണ ഒഴിച്ചിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. മീൻ ഫ്രൈ ചെയ്ത അതേ എണ്ണയിൽ 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ചേർക്കുക. 1 ടീസ്പൂണ് നെയ്യും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കൂടെ ഉപ്പും ചേർക്കുക. ഉള്ളി ഈ ഒരു പരുവത്തിലായി വരുമ്പം നമ്മൾ തക്കാളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ മൂടി വെക്കാം. പിന്നെ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിലേക്ക് 2 ടീസ്പൂണ് ഗരം മസാല, അത് മാത്രമേ നമ്മളിവിടെ സ്പൈസസ് ആയിട്ട് ചേർക്കുന്നുള്ളൂ. കൂടെ എടുത്ത് വെച്ചതിൽ നിന്ന് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്തിട്ട് നമ്മൾ മീൻ അതിൻ്റെ മേലെ നിരത്തി വെച്ച് കൊടുക്കുക. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ മീനൊന്ന് തിരിച്ചിട്ടതിന് ശേഷം ഒരു 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായി ഇളക്കി ഒരു 5 മിനിറ്റ് കൂടെ മൂടി വെക്കുക. 3 കപ്പ് ബസ്മതി റൈസ് നന്നായി വാഷ് ചെയ്ത് 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം സ്ട്രെയിനറിൽ ഇട്ട് വെച്ചതാണിത്. ചോറ് വേവിക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണയും 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് സ്പൈസസും കൂടെ ചേർത്ത് കൊടുക്കുക. ഏലക്ക, പട്ട, ഗ്രാമ്പു, 1/4 ടീസ്പൂൺ പെരുംജീരകവും കൂടെ ചേർത്ത് വഴറ്റിയതിന് ശേഷം വറുത്ത് വെച്ച അരിയും കൂടെ ചേർത്ത് നന്നായിട്ട് 5 മിനിറ്റ് നമുക്ക് ഇളക്കി കൊടുക്കാം. ചോറ് വെക്കുന്നതിന് മുന്നേ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ 6 ഗ്ലാസ് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ചെറുനാരങ്ങ പിഴിഞ്ഞതും കൂടെ ചേർത്ത് നമുക്കൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴൊക്കെ തിളച്ചു വരും. അതിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ചെന്ന് 1 ടേബിൾ സ്പൂൺ മസാല ഇതിലേക്കൊന്ന് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അത് നമ്മളെ ചോറിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂട്ടും. അതിനുശേഷം ഒന്നും കൂടെ നന്നായി ഇളക്കി 10 മിനിറ്റും കൂടെ മൂടി വെച്ചാൽ ചോറ് റെഡി. അതിനിടയിൽ ബിരിയാണി ഡെക്കറേറ്റ് ചെയ്യാനുള്ള കുറച്ച് ഉള്ളി വറുത്ത് വെച്ചതാണിത്. ഫ്രൈ ചെയ്ത് വെച്ചതിൽ നിന്ന് ഒരു മീനെടുത്ത് മുള്ളൊക്കെ മാറ്റി ഒന്ന് പൊടിച്ചെടുക്കുക. അതിലേക്ക് 1 സ്പൂൺ വഴറ്റി വെച്ച മസാലയും 2 വലിയ സ്പൂൺ ചോറും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക. ബിരിയാണി ടേസ്റ്റ് കൂട്ടാനുള്ള ഒരു പൊടിക്കൈയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇനി നമുക്ക് ദം ചെയ്യാം. മസാല പകുതി മാറ്റി വെക്കുക. ബാക്കിയുള്ളതിൻ്റെ മേലേക്ക് നമ്മളെ ചോറിൻ്റെ പകുതി ഭാഗം ഒന്ന് നന്നായി നിരത്തിയതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച ബാക്കി പകുതി മസാലയും കൂടെ ചേർക്കുക. വീണ്ടും കുറച്ച് 1 ലെയർ ചോറ് ചേർക്കുക. അതിന് മേലേക്ക് നമ്മൾ മീൻ പൊടിച്ചതും കുറച്ച് ചോറും മസാല മിക്സ് ചെയ്തില്ലേ, അതും അതിൻ്റെ മേലെ ബാക്കിയുള്ള ചോറും കൂടെ നിരത്തി 1 ടീസ്പൂൺ നെയ്യും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ഈ ഡെക്കറേഷൻസ് ഒക്കെ ചേർത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് ദം ചെയ്യുക. അങ്ങനെ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ബിരിയാണി റെഡി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.